പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ജോൺ വർഗീസ് ഓരിക്കൽ. ഞാൻ ഈ അടൂരെ ചരിത്ര വഴികളിലൂടെ എന്ന പങ്ക്തിയിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് ഞങ്ങളുടെ ഈ പുറയിൽ കാണുന്ന മാതൃദേവാലയമായ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് അരമനപ്പള്ളിയാണ്. പറന്തൽ. ഇത് പുത്തൻകാവ് കൊച്ചുതിരുമേനിയാൽ സ്ഥാപിതമായ പള്ളിയാണ്. ഈ പള്ളിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ പള്ളി ഇപ്പോൾ പരിചയപ്പെടുത്തുന്നതിൻ്റെ പ്രധാന കാരണം ഈ നിങ്ങൾ കാണുന്ന ഈ ഖബർ, ഈ കല്ലറ ശ്രീ ON ഗീവർഗീസ് ഓരിക്കലിൻ്റേതാണ്. അദ്ദേഹം സാഹിത്യത്തിലെ ഒരു അഗ്രഗണ്യനായ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം 40-45 വർഷത്തോളം ഭാഷാധ്യാപകനായി അടൂരും ലക്ഷദ്വീപും കേരളത്തിൻ്റെ നിരവധി സ്ഥലങ്ങളിൽ ഭാഷാധ്യാപകനായി പുറത്തുള്ള ആളായിരുന്നു. സംസ്കൃത പണ്ഡിതനായിരുന്നു. ബൈബിളിനെ അധികരിച്ച് 3 വിലയേറിയ പുസ്തകങ്ങൾ, മികവറ്റ പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഈ പുസ്തകം ഈ വാത്സല്യ പിതാവിനാൽ രചിക്കപ്പെട്ടതാണ്. ഈ പുസ്തകം ദേവസ്യ സാർ എഴുതിയ ക്രിസ്തു ഭാഗവതം എന്നുള്ള പുസ്തകം. ഇത് മലയാളത്തിലേക്ക് ആശയം നഷ്ടപ്പെടാതെ അദ്ദേഹം തർജ്ജിമ ചെയ്തിരിക്കുകയാണ്. ഈ പുസ്തകത്തിന് അന്ന് നമ്മുടെ പഴയ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി സാറ് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഒരു ബുക്ക് അത്യാവശ്യമായ ലൈബ്രറിയിൽ ഉണ്ടായിരിക്കണമെന്ന് ഉള്ള ഓർഡർ കിട്ടിയിട്ടുള്ള ബുക്കാണിത്. ഇത് ഈ വാത്സല്യ പിതാവിനെ ഞാൻ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഈ ബുക്ക് കൂടെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാണുന്ന പുസ്തകത്തിൻ്റെ പേര് ക്രിസ്തുഗാഥ എന്നാണ്. ഈ ക്രിസ്തുഗാഥ എന്നുള്ള പുസ്തകം ചെറുശ്ശേരി എഴുതിയ കൃഷ്ണഗാഥ എന്നുള്ള പുസ്തകത്തിൻ്റെ അതേ ഇതിവൃത്തത്തിൽ മലയാളത്തിലേക്ക് മത്തായിയുടെ സുവിശേഷം ഇദ്ദേഹം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതിയിരിക്കുന്നതാണ്. ഈ പുസ്തകത്തിന് ധാരാളം നല്ല അഭിപ്രായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. വൈലോപ്പള്ളി ശ്രീധരമേനോൻ, പുത്തൻകാവ് മാത്തൻ തരകൻ, ഡോക്ടർ KM തരകൻ, ഡോക്ടർ KM ജോർജ്, ഇവരുടെയൊക്കെ സാമുവൽ ചന്ദ്രപ്പള്ളി, ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുള്ള പുസ്തകമാണിത്. ഇത് അദ്ദേഹത്തിന് അടുത്ത വർഷം 2026 അദ്ദേഹത്തിൻ്റെ ശതാബ്ദിയാണ്. ശതാബ്ദിക്ക് ഞങ്ങളുടെ കുടുംബവും അടൂരെ ON ഗീവർഗീസ് ഫൗണ്ടേഷനും വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. ഒരു വർഷത്തെ വൻപിച്ച പ്രോഗ്രാമാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഈ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകളെ അധികരിച്ചിട്ടുള്ള കവിയരങ്ങ്, അതുപോലെ കവികളെ ആദരിക്കൽ, പല കാര്യങ്ങളും ഉണ്ടാവും. ഈ കൂട്ടത്തിൽ ഇദ്ദേഹത്തെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെന്ന് മാത്രം. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയ 3ാമത്തെ പുസ്തകമാണിത്. ഇസ്രായേൽ സന്ദർശനം കഴിഞ്ഞ് അദ്ദേഹം എഴുതിയ മഹായജ്ഞം എന്ന് പറയുന്ന ഏലിയാവിൻ്റെ യാഗത്തെ അധികരിച്ചുള്ള പുസ്തകമാണ്. ഈ 3 പുസ്തകത്തിൻ്റെയും കർത്താവായ ശ്രീ ON ഗീവർഗീസ് അന്തി ഉറങ്ങുന്നത് നിങ്ങൾ കാണുന്ന ഈ കല്ലറയിലാണ്. അതുപോലെ തന്നെ വാത്സല്യൻ്റെ മാതാവ് ശോശാമ്മ ഗീവർഗീസും ഇവിടെ തന്നെയാണ് അന്തി ഉറങ്ങുന്നത്. ഇത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുന്നത് മാത്രം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.